ഹലോ നമസ്കാരം. നിങ്ങളുടെ മനസ്സിലൊരു യെസ് ഓർ നോ ചോദ്യമുണ്ടെങ്കിൽ ആ ചോദ്യത്തെക്കുറിച്ച് ചിന്തിക്കുക. ഇതിൽ നിന്ന് ഒരു കാർഡ് ചൂസ് ചെയ്യുക. നമുക്ക് കാർഡ് 1 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, കാർഡ് 2, രണ്ട് കാർഡുകളും കിട്ടിയിട്ടുണ്ട്. കാർഡ് 1, കാർഡ് 2. നിങ്ങളുടെ ചോദ്യത്തെക്കുറിച്ച് ചിന്തിച്ച് ഇൻറ്റ്യൂട്ടീവ്ലി ഇതിൽ നിന്ന് ഒന്ന് ചൂസ് ചെയ്യുക. നിങ്ങൾ കാർഡ് 1 ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്കുള്ള ഉത്തരം നീഡ്സ് ക്ലോഷർ എന്നാണ്. ഈ ഉത്തരം വളരെയധികം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളോട് പറയുന്നത് ഏത് മേഖലയിലാണോ നിങ്ങളൊരു യെസ് ഓർ നോ ചോദ്യവുമായിട്ട് ഈ ഒരു റീഡിംഗ് കാണാൻ തുടങ്ങിയത്, ആ മേഖലയിൽ നിങ്ങൾ വിട്ടുകളയേണ്ട, റിലീസ് ചെയ്യേണ്ട ഒരു എനർജി ഉണ്ട്. ആ എനർജിനെ റിലീസ് ചെയ്താലേ നിങ്ങളുടെ മനസ്സിലുള്ള ഈ ചോദ്യത്തിന് നിങ്ങൾക്ക് വ്യക്തത വരുള്ളൂ. ഓക്കെ, അല്ലാത്തടത്തോളം നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ആ റിലീസ് ചെയ്യേണ്ട എനർജി എന്താണെന്ന് കണ്ടെത്തുക. അത് റിലീസ് ചെയ്യുന്നതിലായിരിക്കണം നിങ്ങളുടെ ശ്രദ്ധ. അതിലാണ് നിങ്ങളിപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി കാർഡ് നമ്പർ 2 ആണ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്കുള്ള ഉത്തരം മേ ബി. ഓക്കെ, വെയിറ്റ്, ഫെയർനെസ് ആൻഡ് ബാലൻസ് ആർ സ്റ്റിൽ അൺഫോൾഡിങ്. അതായത് നിങ്ങളോട് പറയുന്നത് ക്ഷമിക്കൂ, കുറച്ചും കൂടെ ക്ഷമ കാണിക്കൂ. ഈ ഒരു കാര്യത്തിൽ ക്ലാരിറ്റി വരുന്നതിന് ഇനിയും സമയമെടുക്കും. ഓക്കെ, ധൃതി വെച്ചിട്ട് കാര്യമില്ല. അത് അതിൻ്റെ ശരിയായ സമയത്ത് നിങ്ങൾ എപ്പോഴാണോ ഈ ക്ലാരിറ്റി റിസീവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഡിവൈൻ പ്ലാൻ അനുസരിച്ചിട്ട് ഉള്ള സമയം, അപ്പം തന്നെയാണ് നിങ്ങൾക്ക് ആ ക്ലാരിറ്റി ലഭിക്കുക. അപ്പോൾ ഇതിൽ ധൃതി വെക്കരുത്, ക്ഷമ കാണിക്കണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. റീഡിംഗ് റെസനേറ്റ് ചെയ്തെന്ന് വിശ്വസിക്കുകയാണ്. താങ്ക് യു.